കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താൻ ഇനി അവരുടെ ആരുമല്ലെന്നറിയിച്ച് അവരെ വെല്ലുവിളിച്ചോണ്ട് നിധി വീട് വിട്ടിറങ്ങുമ്പോഴേക്കും സാന്ദ്രയും അരുണും അവളുടെ കൂടെ ചെല്ലുന്നുണ്ട്. അവൾ ഗേറ്റിനരികിൽ എത്തുമ്പോഴേക്കും നികേഷും അവളെ കാത്തവിടെ നിൽപ്പുണ്ട്. നികേഷിനെ വിളിച്ച് പോവാമെന്നവൾ പറയുമ്പോഴേക്കും ഇവൻ എന്തിനാ ഇവിടെ വന്നതെന്നും ചോദിച്ച് അരുണവിനെ അടിക്കാനായി വരുമ്പോഴേക്കും നിധി അരുണിനെ പിടിച്ച് തള്ളുന്നുണ്ട്. ആവേശം വേറെ എവിടെയെങ്കിലും പോയി കാട്ടെന്നും നികേഷിന്റെ മേൽ കൈ പതിച്ച ചേട്ടനാണെന്ന് പോലും നോക്കില്ലെന്നും നിധി പറയുമ്പോഴേക്കും ആരടി നിനക്കിവൻ? അത്രയും മോശമായൊരു കുടുംബം ഇപ്പോൾ ഞങ്ങളെക്കാൾ വലുതാണോ നിനക്കെന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. തനിക്കിപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് നിധി നികേഷിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവരുടെ കണ്ണിൽ നിന്നും മാറി അകലെ എത്തുമ്പോഴേക്കും നിധി സങ്കടം കൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. അവളുടെ കരച്ചിൽ കണ്ട് എന്ത് പറ്റി, സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഇല്ലെന്നും തന്നെ വിളിച്ചു വരുത്തി ചതിയിൽപ്പെടുത്താനായിരുന്നു ശ്രമമെന്നും വീട്ടിൽ അമ്മയും ചേച്ചിയും മാത്രമേ ഉള്ളൂവെന്ന അവരുടെ വാക്ക് വിശ്വസിച്ച് താൻ അവിടെ ചെന്നപ്പോൾ അച്ഛനും ചേട്ടനും ഉണ്ടായിരുന്നുവെന്നും തന്നെ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ച് അവിടെ പിടിച്ചു നിർത്താനായിരുന്നു അവരുടെ പ്ലാനെന്നും അല്ലാതെ സർട്ടിഫിക്കറ്റ് തരാനല്ല എന്നെ വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞ് നിധി പൊട്ടിക്കരയുന്നുണ്ട്. നികേഷും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവന്റെ സങ്കടം കണ്ട് അവളുടെ കരച്ചിൽ നിർത്തുന്നുണ്ട്. ഏട്ടത്തിയുടെ വീട് പോലെ വലിയ വീടൊന്നുമില്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും ഏട്ടത്തിയുടെ കൂടെ ഉണ്ടാവുമെന്നും ഏട്ടത്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞ് നികേഷ് അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും വിശപ്പില്ലെന്നും ചോദിച്ച് നിധി അവനെ ഒരു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ആ ഹോട്ടലിലെ ബിരിയാണി നല്ലതാണെന്ന് പറഞ്ഞ് അവൾ അവിടെ ചെന്ന് ബിരിയാണി ഓർഡർ ചെയ്യുമ്പോഴേക്കും ഇടയ്ക്കിടെ ഈ ഹോട്ടലിൽ വന്ന് കഴിക്കാറുണ്ടോയെന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. കടയിലെ ബിരിയാണി നല്ലതാണെന്ന് അറിയാമെന്നും പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ലെന്നും നിധി പറയുമ്പോൾ ഇതല്ലേ നിങ്ങളുടെ നാട്? സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ ഒരു തവണ പോലും ഇവിടെ വന്ന് കഴിച്ചിട്ടില്ലേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. തൻ്റെ വീട് അങ്ങനെയാണെന്നും അച്ഛൻ വീട്ടിൽ അടച്ചിട്ട വളർത്തിയതെന്നും കോളേജിലേക്കോ അമ്പലത്തിലേക്കോ മാത്രം വിടുമെന്നും ഹോട്ടലിലെ ബിരിയാണി നല്ലതാണെന്നും കഴിക്കാൻ പോകുമെന്നും പറയുമെങ്കിലും ഉടനെ അമ്മയോട് വീട്ടിലൊരു ബിരിയാണി വെച്ച് തരാൻ പറയും. ഹോട്ടലിൽ പോയി കഴിക്കാറേയില്ലെന്നും തൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമെന്നും പക്ഷേ തൻ്റെ അച്ഛൻ തന്നെ ഹോട്ടലിലേക്കൊന്നും വിടാറില്ലെന്നും വീട്ടിൽ നിന്ന് കോളേജിലേക്കും കോളേജിൽ നിന്ന് വീട്ടിലേക്കും അതും കോളേജിൽ നിന്ന് വിടുമ്പോഴേക്കും കൂട്ടിക്കൊണ്ടുപോവാൻ കാറും എത്തിയിരിക്കും. അങ്ങനെ പല റൂൾസും എൻ്റെ വീട്ടിലുണ്ടെന്നും ഈ ഹോട്ടലിലെ ബിരിയാണി സൂപ്പറാണെന്ന് അറിഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ താനത് കഴിക്കാൻ പോവുകയാണെന്നും നിധി പറയുന്നുണ്ട്. ടെൻഷനോടെയുള്ള അവളുടെ ഇരിപ്പ് കണ്ട് വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞല്ലേ വിളിച്ചത്, പക്ഷെ അവർ തന്നില്ല. അവിടെ തന്നെ താമസിക്കണമെന്ന് വാശി പിടിച്ചു. അവിടെ താമസിച്ച് ജോലിക്ക് പോകാമെന്നും സൂര്യയുമായുള്ള കല്യാണം വീണ്ടും നടത്താനുമായിരുന്നു അവരുടെ പ്ലാൻ എന്നും നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നോ? പക്ഷേ പുറത്തേക്ക് അതൊന്നും കേട്ടതേ ഇല്ലെന്നും നികേഷും തന്നെ പിടിച്ചു വലിച്ച് ഒരു റൂമിൽ കൊണ്ടുപോയി ലോക്ക് ചെയ്യാൻ ശ്രമിച്ചെന്നും താൻ അവരെ എതിർത്ത് സർട്ടിഫിക്കറ്റ് തന്ന താൻ തിരിച്ചു പോയിക്കൊള്ളാമെന്നും പറഞ്ഞെന്നും അത് കേൾക്കെ തന്റെ കൺമുന്നിലിട്ട് തന്റെ അച്ഛൻ ആ സർട്ടിഫിക്കറ്റ് തീയിട്ട് നശിപ്പിച്ചെന്നും നിധി പറയുന്നുണ്ട്. തീയിട്ട് നശിപ്പിച്ചോ? അവരെ വിശ്വസിക്കരുതെന്ന് നികേഷ് പറയുമ്പോഴേക്കും സർട്ടിഫിക്കറ്റ് കത്തിച്ചു കളഞ്ഞാലും താൻ എവിടെയെങ്കിലും ജോലിക്ക് ചേരുമെന്നും അവരുടെ മുന്നിൽ താൽ ഉയർത്തി ജീവിച്ച് കാണിച്ചു കൊടുക്കുമെന്നും അവർക്ക് നാണക്കേടുണ്ടാക്കി വീട് വിട്ടിറങ്ങി വന്നപ്പോൾ തനിക്ക് നല്ല രീതിയിൽ കുറ്റബോധം ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അതൊന്നുമില്ലെന്നും തനിക്ക് ഒരു ദുഃഖവുമില്ലെന്നും താൻ വീട് വിട്ടിറങ്ങിയതിൽ പിന്നെ താൻ മരിച്ചു പോയിന്ന് അടിക്കടി തന്റെ അച്ഛൻ പറയാറുണ്ടെന്നും അത് കേൾക്കുമ്പോഴൊക്കെ തനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അവർ തന്റെ ആരുമല്ലെന്നും തനിക്ക് അച്ഛനോ അമ്മയോ ചേട്ടനോ ആരുമില്ലെന്നും ഇനി മുതൽ ഈ വീട് തൻ്റേതല്ലെന്ന് പറഞ്ഞിട്ടാണ് താൻ അവിടെ നിന്ന് ഇറങ്ങിയതെന്നും പറഞ്ഞ് നിധി കരയുമ്പോഴേക്കും അവർക്കുള്ള ഫുഡ് എത്തുന്നുണ്ട്. അപ്പോഴേക്കും നികേഷും പറയുന്നുണ്ട്, ഏട്ടത്തേക്ക് ആരുമില്ലെന്നൊരു തോന്നൽ വേണ്ടെന്നും ഞങ്ങളും ഞങ്ങളുടെ വീടുമുണ്ടെന്നും ആരുമില്ലെന്ന് ഇനി ചിന്തയെ വേണ്ടെന്നും പറയുമ്പോഴേക്കും നിധി അവനോട് ഫുഡ് കഴിക്കാനായി പറയുന്നുണ്ട്. വയറു നിറയെ എത്ര വേണേലും കഴിച്ചോ, തന്റെ കയ്യിൽ കാശുണ്ടെന്ന് നിധി പറയുമ്പോൾ തന്റെ കയ്യിലും നിറയെ ക്യാഷ് ഉണ്ടെന്നും സുഭാഷ് ഏട്ടനും സുധീഷ് ഏട്ടനും തന്നെന്നും ഏടത്തി നന്നായി കഴിക്കെന്ന് പറഞ്ഞ് നികേഷ് അവൾക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. അവർ ഫുഡ് കഴിക്കുന്നതിനിടയിൽ നികേഷിന്റെ മൊബൈലിലേക്ക് ഹരീഷിന്റെ കോൾ വരുന്നുണ്ട്. അവരെവിടെയാണെന്നും നിധി അവന്റെ കൂടെയില്ലെന്നും ഹരീഷ് ചോദിക്കുമ്പോൾ തൻ്റെ കൂടെ തന്നെയുണ്ടെന്നും അവരുടെ വീട്ടിൽ നിന്നിറങ്ങി തങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഫുഡ് കഴിഞ്ഞ ഉടനെ തന്നെ ബസ്സിൽ കയറി അങ്ങോട്ടെത്തുമെന്നും നികേഷ് പറയുമ്പോഴേക്കും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. കാര്യം പറയണമെന്ന് നികേഷ് നിധിയോടായി ചോദിക്കുമ്പോഴേക്കും അത് വേണ്ടെന്ന് അവളും പറയുന്നുണ്ട്. ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് നികേഷ് പറയുമ്പോഴേക്കും അത് ശരിവെച്ച് അവളെ പെട്ടെന്ന് കൂട്ടിയിട്ട് വരാനായി ഹരീഷും അവനോടായി പറയുന്നുണ്ട്. അവൾക്ക് ബസ്സിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാർ വിളിച്ചു വന്നോളൂ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് നികേഷും പറയുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ഹരീഷ് കോൾ വെക്കുമ്പോഴേക്കും സുരക്ഷിതമായി വീട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞെന്നും ബസ്സിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാറിൽ വരണമെന്ന് പറഞ്ഞെന്നും
ടാക്സി വിളിക്കണമെന്നും നികേഷ് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ടെന്നും നമുക്ക് ബസ്സിൽ തന്നെ വീട്ടിലേക്ക് പോവാമെന്നും നിധി സമ്മതിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുബേഷിന്റെ പണി സൈറ്റിൽ ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിന്റെ കോൾ നിധിക്ക് വരുന്നുണ്ട്. അവൾ സുധീഷാണെന്ന് പറഞ്ഞ് കോളെടുക്കുമ്പോഴേക്കും നിങ്ങൾ എവിടെയാ, അവിടെ നിന്ന് ഇറങ്ങിയോന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നും ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ബസ്സിൽ അങ്ങോട്ട് ഉടനെ എത്തുമെന്നും നിധി പറയുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ തിരുവനന്തപുരത്തേക്ക് തന്നെ വരില്ലെന്ന് ചോദിക്കുന്നുണ്ട്. വേറെ എവിടേക്ക് പോവാനെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷും സന്തോഷത്തോടെ ശരിയെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് തന്നില്ലെന്ന് നിധി പറയുമ്പോൾ എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അവർ തന്നെ വീട്ടിൽ പിടിച്ചു നിർത്താൻ നോക്കിയെന്ന് നിധി പറയുമ്പോൾ ഇങ്ങനെ എന്തോ നടക്കുമെന്ന് തനിക്ക് ഉറപ്പായിരുന്നു എന്ന് സുധീഷും പറയുന്നുണ്ട്. താൻ അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്നും ബാക്കിയെല്ലാം നേരിൽ വന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് നിധിയും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അവൾ തിരികെ വരുന്നുണ്ടെന്നറിഞ്ഞ സുധീഷും ആവേശത്തോടെ സന്തോഷത്തോടെയും തുള്ളിച്ചാടി സുഭാഷിനരികിലേക്ക് ഓടിച്ചെന്ന് നിധി ഉടനെ തന്നെ തിരിച്ചെത്തുമെന്നും അവൾ ഇങ്ങോട്ട് തന്നെയാണെന്ന് വരുന്നതെന്നും പറഞ്ഞ് സന്തോഷത്തോടെ സുഭാഷേട്ടനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. സന്തോഷമായി എന്ന് സുധീഷ് പറയുമ്പോൾ അവൾ തിരിച്ചു വരുമെന്ന് താൻ പറഞ്ഞതല്ലെന്ന് സുഭാഷും. സുഭാഷേട്ടൻ പറഞ്ഞത് നടന്ന പോലെ ഞാൻ പറഞ്ഞത് നടന്നെന്ന് സുധീഷും. അവളെ അവിടെ തിരിച്ചു കൊണ്ടുവരാൻ അവരൊരു നാടകം കളിച്ചതാണെന്നും നിധി അവിടെ താമസിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടെന്നും സന്തോഷത്തോടെയും ആവേശത്തോടെയും പറഞ്ഞ് സുധീഷ് വീണ്ടും സുഭാഷിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നിധിയും നികേഷും ഹോട്ടലിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങുമ്പോഴാണ് അവരുടെ മുന്നിലേക്ക് സൂര്യ തന്റെ കാറിൽ വന്നെത്തുന്നത്. സൂര്യയെ കാണുന്ന നികേഷിനും അന്നത്തെ തട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം ഓർമ്മ വരുന്നുണ്ട്. അവൻ ഏട്ടത്തിയോട് ഇയാളുമായുള്ള കല്യാണമല്ലേ അന്ന് മുടക്കിയതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇവൻ തന്നെയാണെന്ന് നിധി പറയുമ്പോഴേക്കും ഇവൻ ഇവിടെ എന്താ കാര്യം എന്ന് ചോദിച്ച് നികേഷ് അവന് നേരെ നടക്കാൻ തുടങ്ങുമ്പോഴേക്കും നീ അവിടെ അടങ്ങി നിൽക്ക്, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാന്ന് നിധിയും പറയുന്നുണ്ട്. സൂര്യ കാറിൽ നിറങ്ങി നിധിയുടെ അടുത്ത് വന്ന് എന്താ നിധി, ഷോക്കായി പോയോ? നീ വന്ന കാര്യം അറിഞ്ഞ് ഞാൻ ഓടി വന്നതാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നിയെന്ന് നിധി പറയുമ്പോഴേക്കും ആ ഡ്രൈവറുടെ വീട്ടിൽ നല്ല കഷ്ടപ്പാടാണല്ലേ, വീട്ടിലിരിക്കാൻ ബുദ്ധിമുട്ടായോണ്ട് ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ. സോ സാഡ്. എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ രാജ്ഞിയെ പോലെ കഴിയാമായിരുന്നില്ലേ? അതിനു പകരം നീ ഒരു ഡ്രൈവറെ ചൂസ് ചെയ്തു. നീ നിന്റെ വീട്ടിൽ താമസിക്കില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഓക്കെയാണെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോ എന്ന് പറഞ്ഞ് സൂര്യ തുടങ്ങുമ്പോഴേക്കും നിധി അവനെ തടഞ്ഞുകൊണ്ട് നിനക്ക് തീരെ ബുദ്ധിയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ ആ വഴിക്കേ പിന്നെ പോവില്ല, അതാണ് ഞങ്ങളുടെ മര്യാദ. ഞാൻ എത്ര തവണ നിന്നോട് എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും നീ എന്തിനാ വീണ്ടും വീണ്ടും എന്റെ പുറകെ നടക്കുന്നത്? നിധി ചോദിക്കുന്നത് കേട്ട് നിധി നീ ഓവറാകുന്നുണ്ടെന്ന് സൂര്യയും പറയുന്നുണ്ട്. വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇയാളെന്റെ പിന്നാലെ വന്നില്ലേ? ഇയാൾക്ക് എന്താ നാട്ടിൽ വേറെ പെണ്ണൊന്നും കിട്ടില്ലേ? നമ്മൾ ഒരാളെ കണ്ട് ചിരിക്കുമ്പോ അയാൾ നമ്മളോട് ചിരിക്കാതെ അവോയ്ഡ് ചെയ്തതാണെന്ന് മനസ്സിലാക്കിയ നമ്മൾ പിന്നെ ആ വഴിക്കേ തിരിഞ്ഞു നോക്കില്ല. അതിന്റെ പേരാണ് സെൽഫ് റെസ്പെക്ട്. നിനക്കെങ്ങനെ അതൊക്കെ അറിയാനാ? നിനക്ക് നിന്നോട് തന്നെ മര്യാദയില്ല. ഞാൻ വന്നെന്നറിഞ്ഞതും നാണമില്ലാതെ മുന്നിൽ വന്ന് നിൽക്കയാ. 6 അടി വളർന്നിട്ടുണ്ടല്ലോ, ബുദ്ധി തീരെയില്ലേ എന്നൊക്കെ നിധി ചോദിക്കുമ്പോഴേക്കും സൂര്യയും ദേഷ്യത്തോടെ അവളുടെ ലിമിറ്റ് ക്രോസ് ചെയ്തെന്ന് വാൺ ചെയ്യുന്നുണ്ട്. നിർത്തടാ, നീ നിന്റെ കൺമുന്നിൽ വെച്ചല്ലേ എന്റെ കല്യാണം നടന്നത്. വേറൊരാളുടെ വൈഫായിട്ടാ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ നീ എന്നോട് കാണിക്കുന്ന ഈ അതിക്രമം സുധീഷിന്റെ വീട്ടിൽ അറിഞ്ഞാലുണ്ടല്ലോ, അവര് നിന്നെ തീർക്കും എന്ന് നിധി പറയുമ്പോഴേക്കും സൂര്യയും പുച്ഛത്തോടെ ചിരിച്ചോണ്ട് ഏതാടി നിന്റെ വീട്? 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ലേ അത്? അതിലൊരുത്തനല്ലേ ഇവൻ എന്ന് ചോദിച്ച് നികേഷിന്റെ നേരെ ചെല്ലുമ്പോഴേക്കും നിധി അവനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. നിന്നെയൊന്നും ഇങ്ങനെ വിട്ടാ പറ്റില്ലെന്നും നിനക്ക് വേറൊരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്നും നിധി പറയുമ്പോഴേക്കും നീ എന്ത് ചെയ്യുമെന്ന് സൂര്യയും ചോദിക്കുന്നുണ്ട്. നീ ഇനി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോണ്ട, നിനക്കിട്ടൊരു പണി തരുന്നുണ്ടെന്ന് പറഞ്ഞ് നിധി തന്റെ മൊബൈൽ എടുക്കുമ്പോഴേക്കും എന്താ ഇവന്റെ ചേട്ടനെ വിളിക്കാനാണോ? വിളിക്കുന്ന സൂര്യയും അവന്റെ ചേട്ടനെയല്ല, പോലീസിനെ. തക്കലയിലെ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാനായി വന്നപ്പോ ഒരു പൂവാലൻ എന്നെ ഇവിടെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കാൻ പോവുക. നീ ജയിലിലിരിക്കേണ്ട ആള് തന്നെയാണെന്ന് പറഞ്ഞ് നിധി കോൾ ചെയ്യുമ്പോഴേക്കും നിധി വേണ്ട എന്ന് പറഞ്ഞ് സൂര്യ തന്റെ കാറിൽ കയറി പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. വലിയ വീരനെ പോലെയായിരുന്നു സംസാരം, ഓടണ ഓട്ടം കണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും പോലീസിനെ ഇത്രയ്ക്ക് പേടിയാണോ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. ഇനി കുറച്ചു സമയം കൂടി അവൻ ഇവിടെ നിന്നിരുന്നെങ്കിൽ അവനെ ഇനി ഓസ്ട്രേലിയക്ക് വിടാതിരിക്കാനുള്ള പരിപാടി ഞാൻ എടുക്കുമായിരുന്നു. ഉറപ്പായും വേറെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഇവൻ ചെരുപ്പ് കൊണ്ട് അടി വാങ്ങിക്കും എന്ന് നിധി പറയുമ്പോഴേക്കും ഉറപ്പായും വാങ്ങിക്കുമെന്ന് നികേഷും. അപ്പോഴേക്കും നിധി നികേഷിനോടായി പറയുന്നുണ്ട്, ഇനി ഈ നാട്ടിൽ താൻ കാലുകുത്തുന്നത് വലിയൊരാളായിട്ടായിരിക്കുമെന്ന്. നിധിയാണ് ഈ നാടിന്റെ അഭിമാനമെന്ന് എല്ലാവരും പറയുന്ന ഒരു കാലത്തെ ഞാൻ ഈ നാട്ടിലേക്ക് വരൂ. ഇത് ഈ നാട്ടിലുള്ള ദൈവങ്ങളെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുകയാ എന്ന് പറഞ്ഞ് നിധി നികേഷിനെയും കൊണ്ട് അവിടുന്ന് യാത്ര തിരിക്കുന്നുണ്ട്. അവർ തിരുവനന്തപുരത്തെത്തി ടൗണിൽ ബസ് ഇറങ്ങുമ്പോഴേക്കും അവരെ കാത്ത് സുധീഷും അവിടെ നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ തന്നെ ട്രാവൽസിന്റെ വണ്ടിയാണെന്നും
അവർ വരുന്നത് പ്രതീക്ഷിച്ച് നിൽപ്പായിരുന്നുവെന്നും സുധീഷ് പറയുന്നത് കേട്ട് നമ്മുടെ ട്രാവൽസ് ഒന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. സുധീഷ് അവനെ നോക്കി പേടിപ്പിക്കുമ്പോഴേക്കും അതെ, നമ്മുടെ ട്രാവൽസിന്റെ വണ്ടി തന്നെയെന്ന് നികേഷും പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ ടാക്സിയിൽ സുധീഷിന്റെ വീട്ടിലെത്തുമ്പോഴേക്കും പുറത്തിറങ്ങിയ നിധിയോട് നികേഷിന്റെ കൂടെ അകത്തോട്ട് പോവാനായി സുധീഷ് പറയുന്നുണ്ട്. സുധീഷ് വരുന്നില്ലെന്ന് നിധി ചോദിക്കുമ്പോൾ അടുത്ത ട്രിപ്പ് എവിടേക്കാണെന്ന് ഏൽപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സുധീഷ് നിൽക്കുമ്പോഴേക്കും നിധി നികേഷിന്റെ കൂടെ നടന്നു നീങ്ങുന്നുണ്ട്. സുധീഷ് ആ ടാക്സി ഡ്രൈവർക്ക് കാശ് കൊടുക്കുമ്പോഴേക്കും ഉമ്മറത്തേക്ക് എത്തുന്ന സുഭാഷും അവരെ സ്വീകരിക്കുന്നുണ്ട്. വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ ഇരുന്ന ഭാസ്കരനും തന്റെ അന്വേഷണമെല്ലാം അവരെ അറിയിച്ചില്ലെന്ന് നിധിയോടായി ചോദിക്കുന്നുണ്ട്. അറിയിച്ചെന്ന് പറഞ്ഞ് നിധി അകത്തോട്ട് കയറി ഇരിക്കുമ്പോഴേക്കും സർട്ടിഫിക്കറ്റിന്റെ കാര്യം സുധീഷ് ചോദിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് തന്നില്ലെന്ന് നിധി പറയുമ്പോൾ അവിടെ എന്താ നടന്നതെന്ന് സുധീഷും സാന്ദ്രയിടത്തി ഇങ്ങനെ തന്നെ ചതിക്കാൻ കൂട്ടു നിൽക്കുമെന്ന് വിചാരിച്ചില്ലെന്നും തക്കലയിലെത്തി ഞങ്ങൾ ഏട്ടത്തിയെ വിളിച്ചെന്നും വീട്ടിലേക്ക് വരാൻ പറഞ്ഞെന്നും അമ്മയും ഞാനും മാത്രമേ വീട്ടിലുള്ളൂവെന്ന് പറഞ്ഞെന്നും പെട്ടെന്ന് വന്ന് വാങ്ങിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞെന്നും അവിടെ എത്തിയപ്പോൾ അച്ഛനും അരുണേട്ടനും എല്ലാം വീട്ടിലുണ്ടായിരുന്നുവെന്നും എന്നെ അങ്ങോട്ടെത്തിക്കാനായി അവർ നടത്തിയ ഒരു പ്ലാൻ ആയിരുന്നു അതെന്നും സർട്ടിഫിക്കറ്റ് തരണമെന്ന ഒരു ചിന്തയെ അവർക്കില്ലായിരുന്നുവെന്നും എന്നെ അവിടെ പിടിച്ചു നിർത്താനാണ് അവർ ശ്രമിച്ചതെന്നും നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും പറയുന്നുണ്ട്, ഞാൻ ചേട്ടനോട് പറഞ്ഞതല്ലേ അവിടെ എന്തോ നടക്കാൻ പോകുന്നുണ്ടെന്ന്. എന്തോ പന്തികേട് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നുവെന്ന്. സർട്ടിഫിക്കറ്റ് തന്നില്ലേ, അത് തന്നാ എന്താ അവർക്ക് കുഴപ്പമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ താമസിച്ചാലേ സർട്ടിഫിക്കറ്റ് എനിക്ക് തരൂ. അവിടെ താമസിച്ച് സർട്ടിഫിക്കറ്റും വച്ച് ഞാൻ എന്തു ചെയ്യാനാ? സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ അവരോട് കെഞ്ചി. അവർ തന്നതേയില്ല. തന്നില്ലെങ്കിലും വേണ്ടിയിരുന്നില്ല. എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ സർട്ടിഫിക്കറ്റും ആധാർ കാർഡുമെല്ലാം അവർ തീയിട്ട് നശിപ്പിച്ചു. എന്നോട് എത്ര ദേഷ്യമുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ നിധി കരച്ചിലോടെ പറയുമ്പോഴേക്കും എന്താ ഈ പറയുന്നത്, എന്നെക്കൊണ്ടത് വിശ്വസിക്കാനേ പറ്റുന്നില്ലെന്ന് സുഭാഷും. സുധീഷും ദേഷ്യത്തോടെ അവരെല്ലാം പഠിച്ചവരല്ലേ, ഉമ്മറത്തിരിക്കുന്ന എന്റെ അച്ഛൻ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് സുധീഷ് പറയുമ്പോ ഇതൊക്കെ നിധിയുടെ എത്ര വർഷത്തെ അധ്വാനമാ, അതെല്ലാം കത്തിച്ച് ചാമ്പലാക്കിയോ? നിധിയുടെ അമ്മ പോലും ഒന്നും പറഞ്ഞില്ലെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. താൻ ഗോൾഡ് മെഡൽ വാങ്ങിക്കുമ്പോൾ അഭിമാനത്തോടെ നിന്ന് കൈയടിച്ച ആളാണ് അമ്മയെന്നും ഇപ്പോ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട എങ്കിലേ അവൾ ഇവിടെ താമസിക്കുമെന്ന് അമ്മ വാശി പിടിച്ചെന്നും നിധി സങ്കടത്തോടെ പറയുന്നുണ്ട്. അതെല്ലാം വിട്ടേക്കെന്ന് സുഭാഷ് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അവരെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമാണിത്. എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടാ വന്നത്, സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലാതെ താൻ ഒരു ജോലിക്ക് പോകുമെന്നും വലിയ ആളായി തീരുമെന്നും അതറിഞ്ഞ് നിങ്ങൾ എന്നെ തേടി വരുന്ന ഒരു കാലമുണ്ടാവുമെന്ന് പറഞ്ഞെന്നും നിധി പറയുമ്പോൾ അത് സൂപ്പറായെന്നും അവരോട് അങ്ങനെ പറഞ്ഞത് നന്നായെന്നും സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടതിൽ വിഷമിക്കേണ്ടെന്നും ഇയാൾ പഠിച്ച കോളേജിൽ അതിന്റെ റെക്കോർഡ്സ് എല്ലാം ഉണ്ടാവില്ലേ എന്നും അവിടെ പോയി ആപ്ലിക്കേഷൻ കൊടുത്താൽ മതിയെന്നും സുധീഷ് പറയുമ്പോൾ എന്ത് വില കൊടുത്തും തന്റെ സർട്ടിഫിക്കറ്റ് തിരികെ വാങ്ങണമെന്നും നല്ലൊരു ജോലിക്ക് പോയി വലിയ ആളാകണമെന്നും എല്ലാവരും എന്നെ തേടി വരുമെന്നൊരു ദിവസം വരുമെന്നും ഉറപ്പിച്ചു പറഞ്ഞ് നിധി അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവൾ പോയി കഴിയുമ്പോൾ സുഭാഷും സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയും ഒരു വീടുണ്ടാവുമോ എന്ന്. അതുകൾക്ക് നികേഷും പറയുന്നുണ്ട്, ഏട്ടത്തിയെ ആ വീട്ടിൽ പിടിച്ചു നിർത്താൻ അവർ നന്നായി ട്രൈ ചെയ്തെന്നും അവരോട് ബഹളമുണ്ടാക്കിയാണ് ഏട്ടത്തി ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്നും അതിന് അവരുടെ സർട്ടിഫിക്കറ്റ് തീയിട്ട് നശിപ്പിക്കുകയാണോ വേണ്ടത്? നമുക്ക് അവിടെ പോയി ചോദിച്ചാലോന്ന് ഹരീഷ് പറയുമ്പോൾ അവിടെ പോയി പ്രശ്നമുണ്ടാക്കിയിട്ട് എന്താ കാര്യം, അതും നിധിയെ തന്നെയെ ബാധിക്കുക. അതൊന്നും വേണ്ടെന്ന് സുധീഷും പറയുന്നുണ്ട്. പിന്നീട് നിധി റൂമിൽ സങ്കടത്തോടെ കിടക്കുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ടെത്തി അവൾ ഓക്കെ അല്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഇതുവരെയും വീട്ടിൽ പോയി എങ്ങനെ സർട്ടിഫിക്കറ്റ് എടുക്കുമെന്നുള്ളൊരു ചിന്തയായിരുന്നു. ഇനി അതിനെക്കുറിച്ച് ഓർക്കണ്ടല്ലോ എന്ന് നിധി ടെൻഷനോടെ പറയുമ്പോഴേക്കും സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് കോളേജിൽ പോയി റെഡിയാക്കാമെന്നും ഒരു 2 മാസം വെയിറ്റ് ചെയ്താൽ മതിയെന്നും സുധീഷ് പറയുമ്പോൾ അതൊന്നും വേണ്ടെന്നും താൻ അപ്ലൈ ചെയ്തോളാമെന്നും നിധിയും പറയുന്നുണ്ട്. ഇത് സുധീഷിന്റെ കടമയാണെന്നും സൈൻ ചെയ്ത് അത് വാങ്ങിക്കാനായി മാത്രം നിധി എത്തിയാൽ മതിയെന്നും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാമെന്നും സുധീഷ് പറയുന്നുണ്ട്. നിധിയും അത് സമ്മതിക്കുമ്പോഴേക്കും ഇയാൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുമെന്നും ഇയാൾ ആഗ്രഹിച്ച പോലെ തിരുവനന്തപുരത്തൊരു നല്ല ജോലി ലഭിക്കുമെന്നും നല്ലൊരു ജീവിതം ഇയാൾക്കുണ്ടാവുമെന്നും ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കഷ്ടതകൾക്കെല്ലാം ഒന്നിച്ചൊരു നല്ല ജീവിതം ഉണ്ടാവുമെന്നും വീട്ടിലുള്ളവരെല്ലാം നിധിയുടെ വളർച്ച കണ്ട് അഭിമാനിക്കുമെന്നും സുധീഷ് അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടുന്നവരെ തനിക്കൊരു ജോലി വേണമെന്ന് നിധി പറയുന്നുണ്ട്. വീണ്ടും തുടങ്ങിയോ എന്ന് സുധീഷ് മനസ്സിൽ ആലോചിക്കുമ്പോഴേക്കും പഠിച്ച ജോലി തന്നെ വേണമെന്നില്ലെന്നും ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയെന്നും അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ അത് തന്റെ കോൺഫിഡൻസ് കൂട്ടുമെന്നും നിധി പറയുന്നുണ്ട്. അവൾ പഠിച്ചതിനനുസരിച്ച് തന്നെയുള്ള എന്തെങ്കിലും ഒരു ജോലി ഉറപ്പായും അവൾക്ക് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് സുധീഷും അവളോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടെ നിറങ്ങുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.